ഒരിക്കൽ സംസാരമധ്യേ ഗുരുജി തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഈ ലോകത്തിൽ പടർന്നു പിടിക്കുന്ന ഏറ്റവും ഭയാനകമായ വൈറസ് ഏതാണ്? ശിഷ്യന്മാര് വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞു, HIV വൈറസാണ്. അല്പനേരം ധ്യാന നിമഗ്നനായി ഗുരു ഇങ്ങനെ ശിഷ്യന്മാരോട് മറുപടി പറഞ്ഞു, അല്ല, അതിനേക്കാൾ ഭയാനകമായ ഒരു വൈറസ് ഉണ്ട്. അത് നിരാശ എന്ന വൈറസാണ്. മറ്റു വൈറസുകൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ബാധിക്കുമ്പോൾ നിരാശ എന്ന വൈറസ് ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. നിരാശാബോധം നമ്മളിൽ പടർന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ലാത്തൊരു ന്യൂട്രൽ അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, എല്ലാത്തിനോടും ഒരു വെറുപ്പ്, എന്നെ ആർക്കും വേണ്ട, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്തിനാണ് ദൈവം എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. നിരാശാബോധം കൂടുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഒരു ഭൂമി കുലുക്കം വന്ന് അല്ലെങ്കിൽ ഭൂമി വിളർന്ന് എല്ലാം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, ദൈവം എന്നെ ഒന്ന് അങ്ങ് വിളിച്ചിരുന്നെങ്കിൽ ഈ കാണുന്ന ക്ലേശങ്ങളൊന്നും മാനസിക ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലല്ലോ. മനസ്സിനെ തളർത്തുന്ന ഈ നിരാശാബോധം അൾസർ, ഹൃദയാഘാതം തുടങ്ങിയ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയിലേക്ക് ഒരുവനെ നയിക്കാൻ സാധ്യതയുണ്ട്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ എടുത്തു നോക്കുക. അവരുടെ മുഖം മ്ലാനവദനമായിരുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ക്രിസ്തു ശിഷ്യന്റെ മുഖം ഇതേപോലെ മ്ലാനവദനമായിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാമീപ്യം അവിടെ നഷ്ടപ്പെട്ടു പോകും. സാത്താൻ മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം നിരാശ, രണ്ടാമത്തെ കാര്യം അവന്റെ സമ്പത്ത്, മൂന്നാമത്തെ കാര്യം ലൈംഗികതയിലുള്ള അമിതമായിട്ടുള്ള ആസക്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരാശ തന്നെയാണ്. ജീവിതത്തിന്റെ ഊർജം നഷ്ടപ്പെട്ടു പോകുന്നതാണ് നിരാശ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് എവിടെയാണ് ചോർന്നുപോയത് എന്ന് ആത്മശോധന ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ നിരാശ എന്ന പ്രശ്നം. നിരാശനാകാതെ കുരിശുമായി നടന്നു നീങ്ങി പ്രത്യാശയിലേക്ക്, ഉയർപ്പിലേക്ക് പ്രവേശിച്ച നമ്മുടെ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ നിരാശയുടെ നാളുകളെ അവിടുത്തെ പക്കലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, അവിടുത്തെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, അവിടുത്തെ ഹൃദയം പോലത്തെ ഹൃദയം നമുക്കും സംജാതമാകുവാൻ ഈ നോയമ്പ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. ദേവനെ